ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈനിങ് ബ്ലൗസാണ്. പലർക്കും ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ പല മിസ്റ്റേക്കുകളും ചെയ്യാറുണ്ട്. സമയം ഒത്തിരി വേസ്റ്റാക്കുന്ന പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വേഗത്തിൽ നിങ്ങളിപ്പോൾ 2 ലൈനിങ് ബ്ലൗസ് ഒരു ദിവസം പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് 5ഉം 6ഉം 7ഉം ലൈനിങ് ബ്ലൗസ് ഒരു ദിവസം, അതും കൃത്യമായിട്ട് തയ്ച്ചു കൊടുക്കുന്ന, ശരിയായ അളവിൽ സ്പീഡിൽ തയ്ച്ചു തീർക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓരോ പ്രധാന കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തുടങ്ങാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൈനിങ് ബ്ലൗസാണിത്. ഇതിൻ്റെ റോങ് സൈഡ്, മെയിൻ പീസിൻ്റെ റോങ് സൈഡ് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. മിക്ക ബ്ലൗസ് പീസിനും, അതായത് സാരി ബ്ലൗസ്, നമുക്ക് അറിയാൻ പറ്റത്തില്ല, വലിയ വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല നമ്മുടെ കാഴ്ചയിൽ. പക്ഷേ ആ സാരി നെയ്തെടുത്ത സമയത്തെ അതിൻ്റെ നല്ല വശത്തിനൊരു പ്രത്യേക ഷൈനിങ്ങും അതിൻ്റേതായൊരു എടുപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ആ ബോർഡറോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് റോങ് സൈഡും നല്ല വശവും നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരെ. എടുത്ത് തയ്ക്കുന്ന ഓരോ പീസും, ഫ്രണ്ട് പീസും സ്ലീവും, അതുപോലെ ഓരോ പീസും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് നമ്മൾ ബാക്ക് പീസാണ് ആദ്യം എടുത്തത്. ഇതിൽ നമ്മൾ മെയിൻ പീസിൻ്റെ റോങ് സൈഡ് മാർക്ക് ചെയ്ത്, ഇനി അടുത്തത് നമ്മുടെ ഈ ബാക്ക് പീസിൻ്റെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിലൊരു മാർക്കിംഗ് കൊടുക്കണം. അതിൻ്റെ നേരെ താഴെ, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്ന ആ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുക്കണം. ഈ രണ്ടും കൂടെ ചേർത്ത് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും കൂടെ ജോയിൻ ചെയ്യത്തില്ലേ, അപ്പോൾ നമുക്കിത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. അത് കൃത്യമായി തന്നെ നിൽക്കണം. മുമ്പത്തെ പോലെയല്ല, നമ്മളിപ്പോൾ ലൈനിങ്ങിന് നല്ല സ്ട്രോങ് തുണിയാണ് ഇടുന്നത്. അപ്പോൾ അത് ഇത്തിരി മാറിയാൽ തന്നെ ബ്ലൗസിന് വളരെ ചുളുക്കുള്ളതാക്കി തീർക്കും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് തയ്ക്കുമ്പം കൊടുക്കാം. ലൈനിങ് ബ്ലൗസ് അധികമായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ മെയിൻ പീസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോഴും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. കറക്റ്റായിട്ട് നമ്മൾ ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്യണം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം ചിലരുടെ ബ്ലൗസ് എന്തൊരു ചുളിവോട് കൂടിയാണ് ഇടുന്നത്. നമുക്ക് തുടക്കം തൊട്ടേ എല്ലാം കൃത്യമായിട്ട് തന്നെ ശരിയായ രീതിയിൽ തന്നെ ചെയ്തു പോകണം. ബാക്കിലേക്കുള്ള പടി നമുക്ക് കട്ട് ചെയ്ത് ഈ ബ്ലൗസ് പീസിൻ്റെ അകത്ത് തന്നെ വെച്ച് നമുക്കിത് മടക്കി വയ്ക്കാം. ഇനി ഫ്രണ്ട് പീസാണ്. ഇതിന് നമുക്ക് ഇതുപോലെ വലതുവശവും ഇടതുവശവും ഇവിടെ വെച്ച് തന്നെ തിരിച്ച് വെച്ച ശേഷം ലൈനിങ്ങും അതേപോലെ വലതുവശവും ഇടതുവശവും വേറെ വെച്ച് ടക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. ഇവിടെ മെയിൻ പീസിൻ്റെ റോങ് സൈഡ് നമ്മൾ ഇവിടെ വെച്ച് തന്നെ മാർക്ക് ചെയ്തേക്കണം. എന്നിട്ടാണ് അതിൻ്റെ റോങ് സൈഡിലാണ് ഈ ലൈനിങ് എടുത്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന ടേബിളിൽ വെച്ച് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. മെഷീൻ്റെ ടേബിളിൽ വെച്ചല്ല, അവിടെ സ്ഥലം കുറവാണ്. ഇവിടെ വെച്ച് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്തു പോയാൽ ഒത്തിരി സമയം ലാഭിക്കാം. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ സമയം പോകുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നും. അല്ല, നമ്മൾ ഹൂക്ക് പടി വെക്കുന്ന സമയത്താണ് പലപ്പോഴും മനസ്സിലാക്കുന്നത് ഇത് വലതുവശം ഇടതുവശം തിരിഞ്ഞുപോയി, ഒന്നുകിൽ ഇടതുവശം മാത്രമായി, പിന്നെ അത് പോരെങ്കിൽ ബ്ലൗസിൻ്റെ നല്ല വശം തിരിഞ്ഞുപോയി. നമുക്ക് എന്ത് തലവേദനയാണ്. നമ്മളത് അഴിച്ചെടുക്കാൻ എത്ര സമയമെടുക്കും. പലരും ബ്ലൗസ് സ്റ്റിച്ചിങ് വെറുത്തു പോകുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ക്ഷമയോടെ അഴിച്ചെടുക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റിച്ച് അഴിച്ചെടുക്കണം ഈ ഹൂക്ക് പടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ളത്. അതിനുശേഷം ഈ അഴിക്കുമ്പം തന്നെ എത്ര ഡാമേജ് വരും അതിനകത്ത്. ആ ബ്ലൗസ് നമ്മൾ കറക്റ്റ് അളവിലല്ലേ കട്ട് ചെയ്യുന്നത്. ഒരുപാട് തുമ്പിടുന്നത് സൈഡ് ജോയിൻ ചെയ്യുന്നിടത്ത് മാത്രമാണ്. അപ്പോൾ ഡാമേജ് ആവാതെ നമുക്ക് ഏറ്റവും നല്ലതായി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. ലൈനിങ്ങും മെയിൻ പീസായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം എവിടെയാണ് തയ്ക്കേണ്ടത്, ടക്ക് വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ഇടുന്നത്, അതൊക്കെ തയ്ക്കുമ്പം കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ മടക്കി വയ്ക്കാവൂ. അതായത് വലത് പീസിന് വലത് ലൈനിങ് തന്നെ അതിൻ്റെ റോങ് സൈഡിൽ വെച്ച് ഇതുപോലെ മടക്കണം. ഇടതുവശം അതുപോലെ. ഇതിപ്പോൾ ആര് തയ്ച്ചാലും തിരിഞ്ഞു പോകത്തില്ല. നമ്മൾ മറ്റൊരാളെ കൊണ്ട് തയ്പ്പിക്കുമ്പോഴും ഈസിയാണ്. കട്ടിങ് അല്ലെങ്കിൽ ബാൻഡ് പീസ്, ഇതും നമുക്ക് ഫ്രണ്ട് പടിയിലെടുത്ത് വരുന്ന ഭാഗം, ഫ്രണ്ട് പടി ഹൂക്ക് പടിയിലെടുത്ത് വരുന്ന ഭാഗമാണ് മുൻവശം എന്ന് കണക്കാക്കി നമുക്ക് അതിലും മാർക്ക് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 6 പീസും ഒരേ കളർ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അത് ഉള്ളിൽ വെക്കേണ്ട ചിലപ്പം വേറെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും ഉള്ളിൽ പോവേണ്ട പീസിന് ഏറ്റവും വെളിയിൽ വെച്ച് വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് കൊടുത്ത് ഇത് തിരിച്ചിടുമ്പോൾ ഉള്ളിൽ വരേണ്ട ഭാഗം ഉള്ളിലും പുറത്ത് വരേണ്ട ഭാഗം പുറത്തും. അപ്പോൾ ഇതേപോലെ 2 വശവും അറേഞ്ച് ചെയ്ത് തന്നെ തയ്ക്കണം. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചാൽ നമുക്കൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിനും തയ്ക്കാൻ അറിയാവുന്ന കുട്ടിയാണെങ്കിൽ അതിന് വരെ ഇത്
തെറ്റാതെ തിരിഞ്ഞു പോവാതെ തയ്ക്കും. ഇത് നമ്മൾ മടക്കി വെക്കുമ്പോഴും ഇതുപോലെ വേറെ വേറെ തന്നെ വെക്കണം, മിക്സ് ആയി പോവാതെ വെക്കണം. ഇനി ഹൂക്കുപടി, ക്രോസ് പീസ് ഇതെല്ലാം വെക്കാം. നമുക്കിത് പ്രത്യേകിച്ചൊരു സമയം ഇതിനു വേണ്ടി ആവില്ല. നമ്മൾ കട്ട് ചെയ്ത് ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കൂലേ, ആ സമയം തന്നെ മതി ഇത്രയും ചെയ്യാൻ. ഇനി സ്ലീവ് വരുന്നുണ്ട്. സ്ലീവ് കട്ട് ചെയ്തതാണ്. അതിൻ്റെ അടിയിൽ ലൈനിങ്ങും ഉണ്ട്. ഇതാ ഇവിടെ തയ്യൽ തുമ്പ് എവിടെയാണെന്നും സെൻറ്റർ പോയിൻ്റ് എവിടെയാണെന്നും കുഴിച്ച് കട്ട് ചെയ്ത് എവിടെയാണെന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി, ആ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഒരേപോലെയാണ് ഇട്ടേക്കുന്നത്. വലത്തെ കൈയും ഇടത്തെ കൈയും ഇതാ ഒരേ സൈഡിൽ വരുന്നുണ്ട. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി തന്നെ ചെയ്താൽ തെറ്റൂല. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാണ്. നമ്മൾ ഈ ലൈനിങ് ബ്ലൗസിലല്ലാതെ സാധാ ബ്ലൗസ് പീസില്ലേ, അതിൽ തയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ച് അകവശത്തേക്ക് മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോർഡർ വേണ്ട എന്ന് പറയുന്നവർക്ക് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ബോർഡർ അങ്ങ് മാറുമ്പോൾ ഇതിൻ്റെ നല്ല വശവും അകവശവും തിരിച്ചറിയാൻ വേണ്ടി മാർക്ക് ചെയ്തിരിക്കണം. പിന്നെ കൂടാതെ നമ്മളിത് മടക്കുന്ന സമയത്ത് നല്ല ലെവലിന് കിട്ടാൻ വേണ്ടി നമ്മളിത് ആദ്യം ഒരു മടക്കി പിന്നീട് മടക്കി ഇത് അയൺ ചെയ്തിട്ടേ തയ്ക്കാവൂ. തേച്ച് ആ നല്ലൊരു ലെവലിന് ഇത് കിട്ടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. സ്ലീവ് നമ്മൾ ഹെമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സെൻറ്റർ ഭാഗം കുറച്ച് പൊങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ ആ ലെവൽ വരാത്തത് കൊണ്ടാണ്. ആ ലെവൽ എങ്ങനെയോ വലിഞ്ഞു പോവും നേരെ തയ്ക്കാത്തത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മടക്കുന്നത് ലെവലല്ലാതിരിക്കും. അതാണ് ആ അറ്റം കൊണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും ചില ബ്ലൗസുകളിൽ. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ലൈനിങ് ബ്ലൗസ് അല്ലാത്ത സാധാ ബ്ലൗസും തയ്ക്കുമ്പം തുടക്കക്കാർ ഇങ്ങനെ ആദ്യം മടക്കി അയൺ ചെയ്ത് നല്ല ലെവലിൽ എടുത്ത ശേഷം മാത്രം സ്റ്റിച്ച് കൊടുക്കണം. ഇനി കയ്യിൽ തയ്യൽ തുമ്പ് കുറവുള്ള ഭാഗത്ത് വയ്ക്കാനുള്ള പീസും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം തന്നെ വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീടാണ് തയ്ക്കുന്നതെങ്കിൽ ഈ വേസ്റ്റ് പീസെല്ലാം മാറ്റുന്നതിനിടയ്ക്ക് ഇതിനാവശ്യമുള്ള പീസും കൂടെ മിസ്സാവും. നമ്മളിപ്പം തന്നെ അത് കട്ട് ചെയ്ത് വയ്ക്കാം. തയ്ക്കാൻ തുടങ്ങുമ്പം ഇതെടുക്കുന്നു, സ്ലീവ് ആദ്യം എടുക്കുന്നു, സ്ലീവിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് സ്ലീവ് സേഫായിട്ട് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം അകത്തുള്ള പീസ് മാറ്റിയിട്ട് ബാക്ക് പീസ് എടുത്ത് ബാക്കിലും നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം. അതിനിപ്പോൾ കാണിക്കുന്നുണ്ട്. ബാക്കും തയ്ച്ച ശേഷം അതിൻ്റെ ഹൂക്ക് പടി അതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ബാൻഡ് പീസ് ഇതാ ഇങ്ങനെ പ്രത്യേകം വച്ചേക്കാണ്, നമുക്ക് എടുത്തങ്ങ് തയ്ച്ചാൽ മതി. അതിനുശേഷം വലതുവശവും ഇടതുവശവും ഇത് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം കഴുത്ത് ഭാഗത്തുനിന്നേ സ്റ്റിച്ചിട്ട് വരണം. ലൈനിങ്ങോട്ട് ജോയിൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. കഴുത്തിൽ നിന്നേ നമ്മൾ സ്റ്റിച്ചിട്ട് തുടങ്ങി കഴുത്ത് ആദ്യം നീറ്റാക്കണം. എവിടെയും അധികം വന്നാൽ അത് കഴുത്തിലാവരുത്. അപ്പോൾ കഴുത്ത് ചെയ്ത് തുടങ്ങി ബാക്കിയെല്ലാം തയ്ക്കാം. ഇനി ടക്ക് ഭാഗം അത് തയ്ക്കണം. അപ്പോൾ ഇനി നമുക്കെല്ലാം തയ്ച്ചൂടെ. കയ്യിൽ പീസ് കൊടുക്കാം. ഇവിടെ തയ്യൽ തുമ്പിൽ മാത്രമേ പീസ് വരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നല്ല വശം നോക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നുവെച്ചാൽ ഇതൊട്ടും പുറമേ കാണില്ല, ലൈനിങ് മാത്രമേ അകവശത്ത് പോലും കാണുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല വശം നോക്കണ്ട. ഇനി മറിച്ചത് നല്ല വശത്ത് വരെ നമുക്ക് പീസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഡിസൈൻ ഒരേ ദിശയിൽ വരുന്നുണ്ടോയെന്ന് നോക്കി കട്ട് ചെയ്ത് വയ്ക്കണം. 2 സ്ലീവിൻ്റെയും 4 വശത്തും ഇതുപോലെ പീസ് വയ്ക്കാം. നമ്മൾ ഇതുപോലെ പീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അധികം കട്ട് ചെയ്തെടുക്കണം. നീളവും വീതിയും എല്ലാം കുറച്ച് അധികം കട്ട് ചെയ്തെടുത്ത് തയ്ച്ച ശേഷം അത് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ച് തയ്ക്കണം. അത് അകവശത്തേക്ക് മറിച്ച് തയ്ക്കണം. ആദ്യം പതിച്ചടിച്ച ശേഷം പിന്നെ മൊത്തം അങ്ങ് അകവശത്തേക്ക് മറിച്ചിട്ട് പിന്നെ ടോപ്പ് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. നല്ല വശത്ത് കാണുന്നൊരു സ്റ്റിച്ച് നല്ല ലെവലിന് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലൈനിങ്ങും നമ്മുടെ സ്ലീവായിട്ട് ചേർത്ത് വെച്ചെടുക്കണം ചുറ്റും. എന്നിട്ടേ നമ്മൾ ഈ അധികം കൊടുത്തിരിക്കുന്ന പീസില്ലേ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാവും. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഒട്ടും തിരിഞ്ഞു പോകത്തില്ല, ഒരൊറ്റ പാർട്ട് പോലും തിരിഞ്ഞു പോകത്തില്ല. സ്ലീവ് എല്ലാം ഓക്കെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കാണ് എടുക്കേണ്ടത്. ബാക്ക് പീസിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരൊറ്റ ലൈൻ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് എന്തുമാത്രം ചുളുക്ക് ഒഴിവാക്കുമെന്നറിയാമോ? നമ്മൾ ടക്ക് കൊടുക്കത്തില്ലേ, അവിടെ അധികം നിൽക്കത്തില്ല.
ഇതുപോലെ സൈഡിലോട്ട് പോകത്തില്ല. നെക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അതിനെല്ലാം ഈ ഒരു സ്റ്റിച്ച് ആവശ്യമുണ്ട്. ബ്ലൗസ് എല്ലാം തച്ച് കഴിഞ്ഞ് ഹെമ്മിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കിത് അഴിച്ച് കളയാം. വലിയ സ്റ്റിച്ച് എടുത്ത് ചെയ്താൽ മതി. നല്ല ഫിനിഷിങ്ങിൽ ബ്ലൗസ് കിട്ടാനുള്ള ടിപ്പുകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് കഴുത്തിൽ സ്റ്റിച്ച് കൊടുക്കാം. മൊത്തം നമുക്ക് ലൈനിങ്ങുമായിട്ട് ചേർത്ത് തയ്ക്കണ്ടേ. ഇനി കഴുത്തിൽ നിന്ന് ചുളുക്കൊന്നും ഇല്ലാന്ന് കൈവച്ച് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മൊത്തം സ്റ്റിച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ തച്ച് വന്നില്ലെങ്കിൽ ഇതാ ഇങ്ങി അറ്റം എത്തുമ്പം ഒന്നുകിൽ ലൈനിങ് വെളിയിലോട്ട് അല്ലെങ്കിൽ മെയിൻ പീസ് വെളിയിലോട്ട് കിടക്കും. ഇതുപോലെ കറക്റ്റായി കിട്ടത്തില്ല. ബാക്ക് പീസിൽ ടക്ക് കൊടുക്കാം. 4.5 ഇഞ്ചാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെങ്ത് 4.5, അതേപോലെ അകലവും 4.5. ഇതിൽ കുറച്ചൊക്കെ കൂടുകയും കുറയുകയും ചെയ്യാം. ഷിഫോൺ ടൈപ്പൊക്കെ തുണിയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് കൊടുത്ത ശേഷം മാത്രം ടക്ക് എടുക്കാം. ഇതാ ഇങ്ങനെ പിടിക്കത്തില്ലേ, ഇത് എല്ലാ ടൈപ്പ് തുണിയിലും നമുക്ക് ഈ പിടുത്തത്തിൽ എല്ലാ പീസും ഒരേപോലെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് തയ്ക്കുന്നതാണ് നല്ലത്. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം എല്ലാ ടക്കിനും, അതാണ് നല്ലത്. ഇനി നമുക്ക് ഇതുപോലെ 2 ടക്ക് എടുത്ത ശേഷം ബാക്കിലേക്കുള്ള പട്ട കൊടുക്കാം. നല്ല വശത്ത് വെച്ച് അകവശത്തേക്ക് പതിച്ച് വെച്ച് അകവശത്തേക്ക് മൊത്തം മടക്കും. പക്ഷെ വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് 2 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. 2 സൈഡിലും മാത്രം ഒരു ചരിവ് വരാൻ വേണ്ടിയിട്ടാണ്, ബാക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയാണ്. തയ്യൽ തുമ്പ് ഈ പട്ടയിലോട്ടായിരിക്കണം. ഇങ്ങനെ മടക്കി ഇതിൻ്റെ പുറത്തൂടെ ഒരു താൽക്കാലിക സ്റ്റിച്ച് കൊടുക്കുക. ഹെം ചെയ്ത ശേഷം അഴിച്ചു കളയാം. അടുത്തത് ലൈനിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ആ ടക്കൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം. ബാൻഡ് ജോയിൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അതുകൊണ്ടത് എല്ലാം ഒന്നും കാണിച്ച് സമയം കളയുന്നില്ല. പ്രത്യേകം വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് നമുക്ക് കഴുത്ത് തൊട്ട് തച്ച് തുടങ്ങാം. കഴുത്തിൽ നിന്നെയാണ് ആദ്യം ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ മൊത്തം തയ്ക്കാം. മെയിൻ ടക്കിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം ടക്ക് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പീസ് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഫ്രണ്ട് ലൂസായിട്ട് മാറും. ഇനി മെയിൻ ടക്ക് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ചെയ്യാം. അത് തച്ച് നീറ്റാക്കി എടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ കൊടുത്ത സ്റ്റിച്ചില്ലേ, അത് നമ്മൾ കൊടുക്കാതെ ഇങ്ങനെ ഇതുപോലെ ടക്ക് പിടിച്ചങ്ങ് തയ്ക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ അശ്രദ്ധ കൊണ്ട് അകത്തുള്ള പീസിൽ കൂടി ഈ പിടുത്തം കിട്ടത്തില്ല. അങ്ങനെയാകുമ്പോൾ അതങ്ങ് ലൂസായി കിടക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങനെ വരത്തില്ല. ഇനി നമ്മൾ കൈക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന ടക്കിനും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേ സ്റ്റിച്ച് കൊടുത്ത ശേഷം ടക്ക് എടുക്കുന്നതാണ് നല്ലത്. മെയിൻ ടക്ക് എടുത്ത ശേഷം കൈക്കുഴിയിലോട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ വരും. ഹൂക്ക് പടി എന്നുള്ള ഈ ഒരു ടക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം. മെയിൻ ടക്കുമായിട്ട് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ അകലം മതി. എല്ലാ ടക്കും എടുത്ത ശേഷം ഇതുപോലെ നമുക്ക് കറക്റ്റാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്ന നോക്കിയ ശേഷം മാത്രമേ ബാൻഡ് പീസായിട്ട് ജോയിൻ ചെയ്യാവൂ.
അത് ജോയിൻ ചെയ്ത ശേഷവും നമുക്കിത് നോക്കണം. അതിന് ശേഷം ഹൂക്കുപടി വയ്ക്കാം. ഹൂക്കുപടി എല്ലാം വച്ച ശേഷമാണ് നമ്മൾ ഇത് നോക്കുന്നതെങ്കിൽ അതൊന്ന് വലുതും ഒന്ന് ചിലതും ആയിപ്പോവാം ചിലപ്പോൾ. അങ്ങനെയാകുമ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്ത് മാറ്റാനേ പറ്റൂ. അപ്പോൾ കഴുത്തിൻ്റെ ഷേപ്പിനെ ബാധിക്കും. ഇനി നമുക്കതാ ഈ ടക്കിനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ കയറി സ്റ്റിച്ച് വീണാൽ നമ്മൾ പഫ് നേരെ ആ ഒരു ടക്ക് നേരെ നിൽക്കത്തില്ല. ഫ്രണ്ട് പീസും ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യാം. 1/2 ഇഞ്ചിനകത്ത് തയ്യൽത്തുമ്പ് കൊടുത്ത് ഇതാ ഇങ്ങനെ തന്നെ ജോയിൻ ചെയ്യണം. ബാൻഡ് പീസിൻ്റെ ലെങ്ത് കുറച്ച് അധികമായിട്ട് തന്നെ കട്ട് ചെയ്യണം. തികയാതെ വന്നാൽ നമുക്ക് പിന്നെ പാടാണ്. കുറച്ചധികം കട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് വലതുവശത്തെ ഹൂക്ക് പടി, അതായത് ഹൂക്ക് ഫിറ്റ് ചെയ്യുന്ന ഭാഗം. ഇത് നല്ല വശത്ത് വെച്ച് അകവശത്തേക്ക് മടക്കും. പതിച്ച് തയ്ച്ച ശേഷം പൂർണ്ണമായിട്ട് അകത്ത് മടക്കി തയ്ക്കും. ഇടതുവശത്തെ പടി നമ്മൾ അകവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ റൗണ്ട് നമ്മൾ വെട്ടുമ്പോൾ മാത്രമല്ല തച്ച് കഴിയുമ്പോഴും അത് റൗണ്ടായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പടി വരുന്ന ഈ ഒരു ടക്കും ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഫ്രണ്ടും ബാക്കും കൂടെ ആദ്യം ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് കഴുത്ത് വയ്ക്കാം. ക്രോസ് പീസ് നേരത്തെ ജോയിൻ ചെയ്ത് വെച്ച് ആ ജോയിൻറ്റിൽ തയ്യൽ തുമ്പ് രണ്ടായിട്ട് നിവർത്തി വെക്കണം, രണ്ട് വശത്തായിട്ട്. ഇനി നമുക്കിത് കഴുത്തിൽ വെച്ച് തയ്ക്കാം. 1/4 ഇഞ്ച് മതി തയ്യൽ തുമ്പ്, 1/2 ഇഞ്ചൊന്നും ആവരുത്. അപ്പം നമുക്കിങ്ങനെ റൗണ്ടിന് കഴുത്ത് മൊത്തം വെച്ച് പോവാം. റൗണ്ട് കഴുത്ത് നമ്മൾ റൗണ്ടായിട്ട് തന്നെ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. അറിഞ്ഞുകൂടാത്തവർ, ഞാനും പണ്ട് ചെയ്തിട്ടുള്ളതാണ്, കഴുത്ത് പിടിച്ച് തയ്ക്കുമ്പോൾ ഇതങ്ങ് നേരെ ആയി വി പോലെ, അതായത് റൗണ്ട് അങ്ങ് മാറിയിട്ടൊരു സ്ട്രെയിറ്റ് പോലെ ആയിപ്പോവും പണ്ട് തയ്ക്കുമ്പം. അപ്പോൾ അങ്ങനെയല്ല, റൗണ്ടായിട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ക്രോസ് പീസ് വെച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. കഴുത്ത് മൊത്തം തയ്ച്ച ശേഷം തയ്യൽ തുമ്പിൽ അതുപോലെ ചരിച്ച് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ആ തയ്യൽ പോയിരിക്കുന്ന ഭാഗത്തൂടി ഒന്നുകിൽ നമുക്ക് അയൺ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നഖവും കൊണ്ട് ഇങ്ങനെയൊന്ന് തേച്ച് വിടാം. കഴുത്ത് തയ്ച്ച് തുടങ്ങിയതിന് ശേഷമാണ് വീഡിയോ ഓൺ ആക്കിയത്, അതുകൊണ്ട് ആദ്യം കുറച്ച് തയ്ച്ച ശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ തയ്യൽ തുമ്പിന് നമ്മുടെ ക്രോസ് പീസ് കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ടാണ് ഇങ്ങനെ തയ്ച്ച് പോകുന്നത്. തയ്ച്ച് പോകുന്നതനുസരിച്ച് നമ്മുടെ കൈ കൊണ്ട് അതിൻ്റെ വീതി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അധികം വീതി കൂടാതെ നമ്മൾ മടക്കി കൊടുത്ത് മൊത്തം നമുക്ക് തയ്ക്കാം. ഈ ക്രോസ് പീസിൽ അധികമായിട്ട് കിടക്കുന്നത് കട്ട് ചെയ്ത് വിടാം. ഈ കഴുത്ത് വൃത്തിയായിട്ട് ഹെം ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി സ്ലീവ് വെച്ച് തയ്ക്കാം. ബ്ലൗസിൻ്റെ കറക്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ഇതും കൂടി ശ്രദ്ധിക്കണം. സ്ലീവ് വെച്ച് തയ്ക്കുന്നതിന് മുമ്പ് ഈ 4 വശവും നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും എല്ലാം സൈഡ് ഇത് കറക്റ്റ് തന്നെ, കൂടുതൽ കുറവ് എന്തെങ്കിലും ഉണ്ടാകും നമ്മൾ നോക്കിയതിന് ശേഷമേ സ്ലീവ് വയ്ക്കാവൂ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡറിൽ കറക്റ്റായിട്ട് വെച്ച് 2 വശത്തേക്കും തയ്ക്കാം. ബ്ലൗസിൻ്റെ ഒത്തിരി വീഡിയോസ് ഈ ചാനലിലുണ്ട്, അതുപോലെ ചുരിദാർ അൾട്രേഷൻ ഒത്തിരി യൂസ്ഫുൾ വീഡിയോസ് ഉണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണേ. സ്ലീവ് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ ആ ഷേപ്പിനനുസരിച്ച് രണ്ടും ഒരു റൗണ്ട് കർവ് വരുന്നുണ്ട്.
ആം റൗണ്ടിലും സ്ലീവിലും വരുന്നുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ നമ്മൾ ആ റൗണ്ടിനനുസരിച്ച് തന്നെ തയ്ച്ച് പോകണം. സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസ് തയ്ക്കുന്ന പോലെ അല്ല, അത്ര ഈസി ആയിട്ടങ്ങ് പോകില്ല. അപ്പോൾ ഷോൾഡറൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒറ്റ ലൈനാണ്. അപ്പോൾ സ്ലീവ് അങ്ങനെയല്ല, കുറേശ്ശെ തന്നെ പിടിച്ച് വെച്ച് തയ്ച്ച് വരണം. സെൻറ്ററിൽ നിന്ന് തന്നെ സ്ലീവ് വെച്ച് തുടങ്ങണം. അത് ചുരിദാറായാലും ബ്ലൗസ് ആയാലും നമ്മളെ ഷോൾഡറിൽ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ വരണം. ചില ബ്ലൗസുകൾ നമ്മൾ ഇടുമ്പോൾ ഇടുന്ന ആ ഒരു സമയം കറക്റ്റായിട്ട് ഇരുന്നിട്ട് പിന്നീട് ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ മുകളിലോട്ട് കയറിപ്പോവും, നെക്ക് മുകളിലോട്ട് കയറിയും അതേപോലെ തന്നെ ബ്ലൗസ് ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുന്നതും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അത് ഇങ്ങനെയൊക്കെ ഈ ഷോൾഡർ കറക്റ്റായിട്ട് വയ്ക്കാത്തതുകൂടി കൊണ്ടാണ്. 2 സ്ലീവ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി സൈഡ് ജോയിൻ ചെയ്യുന്നതാണ്. സൈഡ് ഒന്ന് കവർ ചെയ്താണ് ഈ ബ്ലൗസിൽ തയ്ക്കുന്നത്. ലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. സൈഡ് കവർ ചെയ്ത് തയ്ക്കുന്നതിന് നമ്മൾ ഇതേപോലെ നല്ല വശം വെച്ച് തന്നെ 2 വശവും കൂടി ചേർത്ത് വെച്ച് ഒരു 1/4 ഇഞ്ച് വിട്ട് അങ്ങറ്റം വരെ തയ്ക്കാം. ഒരേ ലെവൽ തന്നെ ആയിരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ലെവൽ വരും. ഇനി അഥവാ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ തുമ്പിൽ പുറത്തോട്ട് നിൽക്കുന്ന നൂലുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് തിരിച്ചിട്ട് സൈഡിൽ കൂടി ഒറ്റ സ്റ്റിച്ചും കൊടുക്കും. നമ്മൾ ഇത് ലെവലായിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറവും നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ. ഇനി അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കറക്റ്റ് അളവിലുള്ള സ്റ്റിച്ച് കൊടുക്കാം. ഒന്നും കൂടെ നമ്മൾ അളവൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇടാൻ പറ്റുമെന്ന്. ഈ വണ്ണം മാത്രമല്ല, ആം റൗണ്ടിൻ്റെ ഭാഗം, കൈവണ്ണം, ചെറിയ കൈവണ്ണം, വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അളന്നിട്ട് കറക്റ്റ് ഡിസ്റ്റൻസിൽ, കറക്റ്റ് അകലത്തിൽ നമുക്ക് 3 ലൈൻ സ്റ്റിച്ച് കൊടുക്കാം. പലരും ആവേശത്തോടെ തയ്ക്കാൻ തുടങ്ങിയിട്ട് അതിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെ കളഞ്ഞിട്ട് പോകും, പിന്നെ തയ്ക്കത്തേ ഇല്ല. അങ്ങനെയല്ല, നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാനുള്ളതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത പീസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം തയ്ച്ചാൽ നമുക്ക് വേഗം തയ്ക്കാം. ഒരു പീസ് പോലും നമുക്ക് മാറിപ്പോവില്ല, തിരിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാനുള്ള തലവേദന, സമയനഷ്ടം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.